ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. കോക്രോച്ച് ജനതാ പാർട്ടി ആദ്യമായി ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ദിവസം എന്റെ കൂടെ ആ സമര ഭൂമിയിൽ എത്തിയ ഒരാൾ ആ സമരം ഒരു നിർണായക ഘട്ടത്തിൽ പ്രവേശിക്കുകയും ആ സമരം ഐതിഹാസികമായ വിജയം നേടുകയും ചെയ്ത ഒരു മുഹൂർത്തത്തിൽ ഈ പുതിയ പ്രതിഭാസത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുന്നത് ദില്ലി ദാലിയുടെ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും സംബന്ധിച്ചിടത്തോളം സുപരിചിതനായ അമൃത് ലാലാണ്. ഡൽഹിയിലെ ഹിന്ദുസ്ഥാൻ ടൈംസിലെ മുതിർന്ന പത്രപ്രവർത്തകനാണ് അമൃത് ലാൽ. ദേശീയ രാഷ്ട്രീയത്തെ വളരെ അവഗാഹത്തോടുകൂടി നോക്കിക്കാണുന്ന, ചരിത്ര വീക്ഷണത്തോടെ നോക്കിക്കാണുന്ന അമൃത് ലാലിനെ ഈ ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയ മുഹൂർത്തത്തിനെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഗോപാലകൃഷ്ണൻ. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഡൽഹിയിൽ നമ്മൾ രണ്ടുപേരും താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എൻ്റെ കാര്യം പറഞ്ഞാൽ ഏതാണ്ട് 32 വർഷങ്ങൾക്ക് മുൻപാണ് ഞാനിവിടെ വന്നത്. നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും വർഗീയ കലാപങ്ങളും തെരഞ്ഞെടുപ്പ് വിജയങ്ങളും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് അട്ടിമറികളും നിരവധി പ്രധാനമന്ത്രിമാരും എല്ലാം നമ്മളുടെ ഡൽഹി വാസത്തിനിടയിൽ വന്നുപോയി. അതിനിടെ എനിക്ക് 65 വയസ്സായി. പക്ഷെ ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ ഇനിയും ഒരു 50 വർഷം കൂടി എൻ്റെ ഈ പ്രിയപ്പെട്ട രാജ്യത്ത് ജീവിക്കണമെന്ന പ്രതീക്ഷ നൽകിയ ഒരു ജനകീയ സമരം ഇപ്പോൾ 2026 ഈ കൗമാരക്കാരും യുവാക്കളും കൂടി നടത്തിയതാണ്. 40 സെക്കൻഡുകൾ കൊണ്ട് ഫലപ്രദമായി കാര്യം പറയാൻ സാധിക്കുന്ന ഒരു തലമുറയോട് 40 മിനിറ്റുള്ള ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സ്വയം ചിരി വരുന്നുണ്ട്. എങ്കിലും അമൃത് ലാൽ എങ്ങനെയാണ് ഈ മൂവ്മെന്റിനെ കാണുന്നത്? എനിക്ക് തോന്നുന്നു, നേരത്തെ ആമുഖത്തെ സൂചിപ്പിച്ച പോലെ വളരെ ഐതിഹാസികമായിട്ടുള്ള ഒരു സമരമാണ് നമ്മൾ കണ്ടത്. അഭിജിത് ദീപ്കെ വരുന്ന ദിവസമാണ് നമ്മൾ ഒരുമിച്ച് ജന്തർ മന്ദിറിൽ പോയത്. അന്നൊരു പക്ഷേ ഇത്രയും വലുതായിട്ടിത് നീങ്ങും എന്നുള്ള ഒരു സൂചനയൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ചെറുപ്പക്കാരുടെ ഊർജവും മറ്റുമൊക്കെ അന്ന് തന്നെ വ്യക്തമായിരുന്നു. ഇത്തവണത്തെ ഉണ്ണാവൃതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സമരപരിപാടികളുടെ ഇതിലായപ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം തന്നെ ഞാനവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയൊരു ഒരു സംഗതി എന്ന് വെച്ച് കഴിയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ മാതിരി 10-30 കൊല്ലം ഈ നഗരത്തിൽ താമസിക്കുമ്പോൾ കണ്ടിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം അന്ന് വന്നിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബാരക്കമ്പ റോഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നടന്നാണ് നമ്മൾ ജന്തർ മന്ദിറിൻ്റെ സൈഡിലെത്തുന്നത്. ഒരുപാട് വർഷം ജോലി ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കനാട്ട് പ്ലേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നഗരത്തിൽ ആ പ്രദേശത്ത് സകല ഇട റോഡുകളും പ്രധാന വീഥികളൊക്കെ നമുക്ക് പരിചിതമാണ്. എല്ലായിടത്തും ഒരു വലിയ ചെറുപ്പക്കാരുടെ ഒരു വലിയ സമുദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞിരുന്നു. ഇതിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഈ കേജ്രിവാളിൻ്റെ ആദ്യത്തെ 2013 തെരഞ്ഞെടുപ്പിന് 2015 പുള്ളി തിരിച്ചു വരുന്നതിന് മുമ്പ് ആദ്യത്തെ സംഗതി ഈ 5 ഗ്യാരണ്ടീസ് പ്രഖ്യാപിച്ചുകൊണ്ടൊരു യോഗം ജന്തർ മന്ദിറിൽ നടത്തി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആപ്പിനെ ഏതാണ്ട് എല്ലാവരും എഴുതി തള്ളിയിരുന്നു 2015 ആ ഒരു തെരഞ്ഞെടുപ്പ്. 2015 തോന്നുന്നു. പക്ഷെ അന്ന് കണ്ട ഈ പൊതുജന സാന്നിധ്യം നമുക്ക് പെട്ടെന്ന് തോന്നി അത് ഇവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന്. അതുമാതിരിയിട്ടുള്ള ഒരു ആവേശം ഇക്കൂട്ടരുടെ കൂട്ടത്തിലും നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാമായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ തവണത്തെ സമരത്തെക്കുറിച്ച്, ഇതിനു മുമ്പ് ചെറുപ്പക്കാരുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്ന സമരങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. രോഹിത് വെമുല പ്രക്ഷോഭം നമുക്ക് ഓർമ്മയുണ്ട്. പിന്നെ CAA ബന്ധപ്പെട്ടിട്ടുള്ള NRCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളിലൊക്കെ തന്നെ ചെറുപ്പക്കാരുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇതിൻ്റെ സമരത്തിൻ്റെ ഭാഷ വളരെ കൃത്യമായി ഹിന്ദിയായിരുന്നു. അതിൻ്റെ ഒരു ക്ലാസ് പ്രൊഫൈൽ നോക്കിക്കഴിയുകയാണെങ്കിൽ സാധാരണ നമ്മൾ പ്രോഗ്രസീവ്
ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലെ സമര ഭൂമികയിൽ കാണുന്ന തരം മനുഷ്യരോ കാണുന്ന തരം ചെറുപ്പക്കാരോ അത്തരത്തിലുള്ളൊരു സ്ലോഗനോ അത്തരത്തിലുള്ള ഒരു റൈറ്റ്സിൻ്റെ ഭാഷയോ ഒന്നും ആയിരുന്നില്ല കുട്ടികൾ സംസാരിച്ചിരുന്നത്. അതിൽ ഒരു പ്രത്യേകതയുള്ള എന്താ ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് വേഗം പിടികിട്ടുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടരൊക്കെ തന്നെ ഇതിന് മുമ്പുള്ള ഇലക്ഷനുകളിൽ BJPക്ക് വോട്ട് ചെയ്തിരിക്കാവുന്ന നരേന്ദ്രമോദിയെ പിന്താങ്ങുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരിക്കാം ഇതിൽ പല ആളുകളും എന്ന് നമുക്ക്, ഇതിൽ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈല് നമുക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നിയിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ 2014 തെരഞ്ഞെടുപ്പിലെ ഒരു 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 ക്ലാസ് എലീറ്റിസത്തിനെതിരെ ഒരു ഘടകം കൂടി ആ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിച്ച ഒരു കാര്യമായിരുന്നു. അതായത് UPAയുടെ കാലത്ത് ഒരു ഒരു മധ്യവർഗം അല്ലെങ്കിൽ ഉപരിവർഗമാണ് അതിൻ്റെ ലാഭം മുഴുവൻ ഉണ്ടാക്കിയത്. സാമ്പത്തിക വളർച്ചയിൽ നമ്മൾ പിന്നോക്ക വർഗ്ഗങ്ങളിൽ നിന്നായാലും ശരി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളായാലും ശരി, ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ പുറന്തള്ളപ്പെട്ടു എന്നുള്ളൊരു പ്രതീതി കൂടി അവർ വളരെ ശക്തമായി ഉപയോഗിച്ചിരുന്നു. അത് സാധാരണക്കാരനായിട്ടൊരാൾ BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. ഇങ്ങനെയായിരുന്നു അതിൻ്റെ നറേറ്റീവ്. ഇതേ നറേറ്റീവിനെ ഏതാണ്ട് തിരിച്ചു വെച്ച ഒരു സംഗതിയായിട്ടാണ് എനിക്ക് ഇത്തവണ തോന്നിയത്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ജനവികാരം രൂപപ്പെട്ടിരിക്കുന്നു. തങ്ങൾക്ക് ആകെ കിട്ടാൻ സാധ്യതയുള്ള ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ നീറ്റിൻ്റെ ഇതിൽ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നി. ഒന്ന്, ഇതൊരു പാർട്ടികളുടെ പ്രൊട്ടസ്റ്റ് മാത്രം അല്ല. അവരാണ് ഇതിൻ്റെ ട്രിഗർ, അവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അതിൻ്റെ നേതൃത്വമാണ് ഇത്രയും ഇന്നോവേറ്റീവായിട്ട് ആൾക്കൂട്ടത്തിനെ സമാഹരിച്ചതൊക്കെ ശരിയായിരിക്കുമ്പോൾ പോലും അതിൽ പങ്കെടുത്തവരെല്ലാവരും കോക്രോച്ച് പാർട്ടിയുടെ ആളുകളാവണം എന്നില്ല. രണ്ടാമത്തത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിയുകയാണെങ്കിൽ ഒരുപാട് ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള, അത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ജനവിഭാഗം, ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വലിയ അൺട്രസ്റ്റും വലിയ റെസ്റ്റീവ്നെസ്സും ഉണ്ടെന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതോ അല്ലെങ്കിൽ അതിനെ അവർക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിയാതോ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഇത്തരത്തിലുള്ളൊരു നീക്കം ചെയ്തപ്പോൾ അതിൽ ആളുകൾ ആകർഷിക്കപ്പെടാനിടയെന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. മൂന്നാമത്തത്, ഈ പറഞ്ഞമായിട്ട് വിദ്യാഭ്യാസം എന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ക്ലാസ്സിലുള്ള ആളുകളെയും ജാതിമത ഭേദമന്യേ വർഗമന്യേ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആസ്പിറേഷൻ അല്ലെങ്കിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാമെന്നതിൻ്റെ പ്രധാന ടിക്കറ്റായിട്ട് ഇപ്പോഴും നമ്മൾ കരുതുന്നത് വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിയുകയാണെങ്കിൽ അവർക്ക് നല്ല തൊഴിൽ കിട്ടും, തങ്ങളെക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് അവർക്ക് നീങ്ങാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലാണ് മിക്കവാറും മാതാപിതാക്കളും ജാതിമത ഭേദമന്യേ ഇന്ത്യയിൽ വിശ്വസിക്കുന്നത്. വളരെ കുറച്ച് പേര് മാത്രമാണ് അതല്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസത്തിന് വലിയ പരിഗണനയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത കാലത്തുള്ള പൊളിറ്റിക്കൽ നറേറ്റീവിൽ അങ്ങനെയല്ല. വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യത്തെക്കാൾ കൂടുതൽ പറയുന്നത് എല്ലാവരും സ്റ്റാർട്ടപ്പ് തുടങ്ങും, ആന്ത്രപ്രനർ ആവൂ, പിന്നെ വിദ്യ നേടൂ എന്നുള്ളത് ഹാർവേഡ് അല്ല ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നതിന് എൻ്റെ ഒരു പ്രധാന അതിനകത്തെ ഒരു വ്യംഗ്യം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമല്ല പ്രധാനം, പണിയെടുത്താൽ മതി എന്നുള്ളതാണല്ലോ. ഇത്തരത്തിലുള്ളൊരു ഒരു 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 ചേഞ്ച് ഓഫ് നറേറ്റീവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ 10 കൊല്ലം. വിദ്യാഭ്യാസത്തിനെ താഴ്ത്തിക്കെട്ടുന്ന, ഉയർന്ന വിദ്യാഭ്യാസത്തിനെ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ഉള്ളൊരു നറേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സാധാരണക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടർ തൊഴിലുകൾ വളരെ കുറവായിട്ടുള്ളൊരു സ്ഥലത്ത് വിദ്യാഭ്യാസം തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ ടിക്കറ്റ് ടു ബെറ്റർ മൊബിലിറ്റി, ഇക്കണോമിക് മൊബിലിറ്റി. അതിൻ്റെ ഭാഗമാണ് നമ്മൾ നീറ്റ് എക്സാമിനെയും CUTയെയും ഒക്കെ കാണുന്നത്. ഇതിനൊപ്പം തന്നെ കുട്ടികൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഇതിനൊരു സാമ്പത്തിക വശം കൂടി ഉണ്ടല്ലോ. നിങ്ങൾ ഓരോ പ്രാവശ്യവും പരീക്ഷ എഴുതുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരികയാണ്. ഈ കുട്ടികളിലൊരു വലിയ ശതമാനം പേര് UPയിലും ബീഹാറിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുട്ടികളാണ്. നമുക്കൊക്കെ അറിയാം, ഡൽഹിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ താമസിച്ച് അവർ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു, UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നു. നമ്മളൊക്കെ 90കളിൽ നമ്മളൊക്കെ വന്നതിനേക്കാൾ വളരെ ചിലവേറിയ നഗരമാണ് ദില്ലി. പഴയ പോലെ കുട്ടികൾക്ക് താമസിക്കാനായിട്ട് അത്ര എളുപ്പമല്ലാതെ, തൊഴിലവസരങ്ങൾ കുറവാണ്. 90കളിൽ ഈ നഗരം ഒരു ഹോപ്പിൻ്റെ നഗരമാണെങ്കിൽ ഇന്ന് അതങ്ങനെ അല്ല. ജീവിത സാഹചര്യം ഒരുപാട് മാറിയിരിക്കുന്നു നഗരത്തിൽ. സൗകര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ ചിലവേറിയിരിക്കുന്നു. നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, പക്ഷേ എന്തിനും പണം ആവശ്യമാണല്ലോ, പ്രത്യേകിച്ച് താമസ സൗകര്യത്തിന്. അങ്ങനെ പല തരത്തിലുള്ള സംഘർഷങ്ങളിൽ കൂടി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്ന ഒരു വലിയ ജനവിഭാഗത്തെ, പ്രധാനമായും ചെറുപ്പക്കാർ, അവരെ ആകർഷിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു
ഒരു സേഫ്റ്റി ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഇവിടെ നിലവിലുണ്ടായിരുന്നു. ആ പ്രഷർ പക്ഷേ കുക്കർ അത് ആ പ്രഷർ സിറ്റുവേഷൻ കുക്കർ ആ പ്രഷർ കുക്കർ സിറ്റുവേഷൻ സമാനമായ എല്ലാ നഗരങ്ങളിലും നിലവിലുണ്ട് എന്നുള്ളതിന് തെളിവാണ് സമാനമായ ഒരു സ്കെയിലിൽ ഇത് ഓൾ ഓഫ് എ സഡൻ പടർന്നു പന്തലിച്ചതും മഹാനഗരങ്ങളിലും ചെറുകിട നഗരങ്ങളിലും വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും എല്ലാം സമാനമായ സമരങ്ങൾ 2-3 ദിവസങ്ങൾക്കകം ഉണ്ടായത് ഈ പ്രഷർ കുക്കർ സിറ്റുവേഷൻ യുവാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം അല്ലെ? കുറച്ച് കാലമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു പുതിയ പ്രതിഭാസം പോലെയാണ്. അതെ നമ്മൾ ഈ അതെ അതെ സ്കെയിലിൽ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. കാണുന്നതുമാണ്. ഗോപാലകൃഷ്ണൻ ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞുകൂടാ, ജല്ലിക്കെട്ട് സമരം എന്ന് പറഞ്ഞ് മദ്രാസിൽ നടന്നത്. നമുക്ക് അത് തന്നെ ഒരിക്കലും പിടികിട്ടിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇത്രയധികം ചെറുപ്പക്കാർ. തമിഴ്നാടിനെ കുറിച്ചിട്ടുള്ള നെറേറ്റീവ് അനുസരിച്ചാണെങ്കിൽ അങ്ങനെ ആൾക്കൂട്ടം മറീന ബീച്ചിൽ വരേണ്ടതല്ലായിരുന്നു. പക്ഷേ ഈ അതെ. ചെറുപ്പക്കാരുടെ അതിന്റെ തുടർച്ച തന്നെയായിരിക്കണം ഒരു പക്ഷേ ഈ വിജയുടെ പാർട്ടി പോലെ ഒന്ന്. ഏതാണ്ട് ഇതിന്റെ വേറൊരു രൂപമാണല്ലോ, സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രം ഉം. പണിയെടുത്ത് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു വലിയ 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 രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനങ്ങളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ആ അതെ. പാർട്ടി തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വരുന്നത്. ഇതിന്റെ മറ്റൊരു രൂപമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ഉം. ചെറുപ്പക്കാരുടെ ഒരു വലിയ ഇനി ആവേശമായിരുന്നത്. ഇനി എനിക്ക് എന്റെ അടുത്ത ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈ മുതിർന്നവരെ അത്ഭുതപ്പെടുത്തുന്ന ഊർജവും വിവേകവും വകതിരിവും ആവേഗവും ഒക്കെ ആം, ഈ പ്രക്ഷോഭത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ രാജ്യം പുതിയ തലമുറയെ ഏറ്റെടുക്കുകയാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം, ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം? രണ്ടാമത്, എത്രയോ സമരങ്ങൾക്ക് നേരെ അഹങ്കാരം എന്ന് തന്നെ വിളിക്കാവുന്ന മനോഭാവത്തോടുകൂടി തിരിഞ്ഞു നിന്ന നരേന്ദ്രമോദി അമിത്ഷാ ടീമിന്റെ നവഹിന്ദുത്വ അഹങ്കാരത്തെ നിഷ്പ്രഭമാക്കിയത്, അതിന് അനാദരം എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ധൈര്യത്തോടു കൂടി നിഷ്പ്രഭമാക്കിയത് ഇതിന്റെ നേതൃത്വത്തിൽ ജയപ്രകാശ് നാരായണനെ പോലെയൊക്കെയുള്ള ഒരു മുതിർന്ന നേതാവ് ഇല്ലാതായി പോയത് കൊണ്ടാണ്. ഒരു കണക്കിന് നന്നായില്ലേ അത് എന്നാണ് എന്റെ ചോദ്യം. ഈ സമാനമായിട്ടുള്ള സന്ദർഭമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ട് സമാനതകൾ നമുക്ക് അടിയന്തരാവസ്ഥ കാലത്തെ സമരങ്ങളുമായിട്ടുള്ള വായിച്ചറിവേ എനിക്കുള്ളൂ. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം, അത് ഒന്ന് ഈ നമ്മളിത് പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയപ്രകാശ് നാരായണനെ അറിയണമെന്നില്ല, അടിയന്തരാവസ്ഥ കാലത്തെ പ്രക്ഷോഭങ്ങളെ അറിയണമെന്നില്ല, ആ ചെറുത്തുനിൽപ്പുകളെ കുറിച്ചും അറിയണമെന്നില്ല. അതിൽ വലിയ ശതമാനം ആളുകളുടെയും ചരിത്രം തുടങ്ങുന്നത് 2014-ലാണ്. അതെ അത് അതെ അവരുടെ കുറ്റമല്ല. അതെ ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ അങ്ങനെ വരുത്തി തീർത്തതാണ്. അതെ 2014-ലാണ് ചരിത്രം തുടങ്ങിയത് എന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ചു. അതിലൊരു അതെ വലിയ ശതമാനം കുട്ടികൾ, എല്ലാവരുടെ കാര്യമല്ല ഈ പറയുന്നത്, ഒരു 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 അറ്റ്ലീസ്റ്റ് ഒരു പൊതുബോധം ഇന്ന് 2014-ൽ പുതിയ ഒരു രാജ്യമുണ്ടായെന്നുള്ളതാണ്. ആ പുതിയ 2014-ൽ വന്ന പുതിയ രാഷ്ട്രീയ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് അത് ചെയ്തത്. അതിൻ്റെ പുറകിലുള്ള ഒരു വളരെ അതോറിറ്റേറിയൻ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ്, അത് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന വ്യവസ്ഥിതി, അതിനോടൊക്കെയുള്ള വലിയ പ്രതിഷേധം നമുക്ക് ഈ സമരത്തിൽ കാണാമായിരുന്നു. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ മാതിരിയിട്ട് പരീക്ഷാ നടത്തിപ്പിലെ അപാകതകളും ചോർച്ചകളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ട്രിഗറെങ്കിലും അതിനേക്കാൾ കവിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസം തന്നെ നമുക്കിത് മനസ്സിലാവുമായിരുന്നു. കാരണം ഈ ഇടതുപക്ഷ സംഘടനകൾ ഇതിനകത്ത് വളരെ വ്യാപകമായിട്ട് ഇടപെട്ടിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ സ്വാധീനമുള്ള ഐസ പോലെയുള്ള, വടക്കേ ഇന്ത്യൻ കുട്ടികളുടെ ഇടയിൽ സ്വാധീനമുള്ള ഐസ പോലെയുള്ള സംഘടനകൾ. പക്ഷെ ആ ഗ്രൂപ്പുകൾക്ക് പുറത്തു പോലും ഈ ഹിന്ദു മുസ്ലിം മൈത്രിയെ കുറിച്ചിട്ടുള്ള സ്ലോഗൻ ഉയർത്തലും മറ്റുമൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളെന്ന് ചെയ്യുകയാണെങ്കിൽ, ഒന്ന്, ഈ ഇന്ത്യ മുഴുവൻ കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടു, ചെറുപ്പക്കാർ വർഗീയവാദികൾ, അതിനെയൊക്കെ മുഴുവനായി പൊളിച്ചു കളയുന്ന. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മുതിർന്ന മനുഷ്യർക്ക് പലപ്പോഴും ഇവരുടെ മനസ്സെന്താണെന്ന് പോലും അറിയില്ല എന്നതിനെ വളരെ വ്യക്തമാക്കി കാണിച്ചു തന്ന സംഗതിയാണ്. അവരുടെ ധൈര്യം മാത്രമല്ല, ഞാനൊരു ഉദാഹരണം പറയാം. അവരുടെ ഭാഷയിൽ കൂടി. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അടിയന്തരാവസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട സാഹിത്യം നോക്കി കഴിയുകയാണെങ്കിൽ അതിൽ വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ട്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ആക്ഷേപഹാസ്യമാണ്. അടിയന്തരാവസ്ഥ വിരുദ്ധ കവിതകളും മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമാണ്. വളരെ ഫോർമലിസ്റ്റിക് ആയിട്ട് അതിനു മുമ്പുള്ള ആധുനികതയൊന്നുമല്ലോ ആ കവിതകളിൽ. ഫോക്ക് സാധനങ്ങൾ, പിന്നെ എന്താണ്, ഡീസൻ്റ് എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, ഇതൊക്കെ ആ കാലത്തെ സാഹിത്യ രൂപങ്ങളിൽ വന്നിട്ട് ഏതാണ്ട് സമാനമാണ്. അതിൻ്റെ ഫോം വേറെയാണ്. മീമുകളും
പിന്നെ റീലുകളും ഒക്കെയാണ് ഇത്തവണ അതിൻ്റെ കവിതയല്ല അതിൻ്റെ ഇത്. പക്ഷേ ഏതാണ്ട് കവിത പോലെ തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായിട്ടും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട്. കാണാനിടയായി. മനുഷ്യർക്ക് ചിരിച്ചു മരിക്കുക എന്ന് പറയുന്ന രീതിയിൽ സമരത്തിൽ അതെ. വരാത്ത ആളുകളെ അപ്പോൾ ഞാൻ പോലും ഞാൻ ഞാൻ അമൃതയോട് പറയാൻ നോക്കുന്നത് വളരെ താല്പര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ആ ഒരു ക്രിയേറ്റീവ് സാധനങ്ങൾ ഞാൻ ഉണ്ടായിട്ടുണ്ട് അതിൽ. ഞാൻ ഈ ഒരു ജന്തർ മന്ദിറിൽ നിന്ന് കണ്ട ഒരു വീഡിയോ ഇപ്പൊ അമൃത് പറയുന്നതിനെ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ഈ ഒരു സംഘപരിവാർ നേതാവ് അവിടെ കണ്ടാൽ തന്നെ അറിയാം സംഘപരിവാറിന്റെ നേതാവാണ്. നേതാവ് ഒരു കാറിൽ ഇരുന്നിട്ട് ഒരു കുട്ടിയോട് പേര് ചോദിക്കുക, നിന്റെ പേരെന്താണ്, അധികാരത്തോടു കൂടി നിന്റെ പേരെന്താണ്. അപ്പൊ അവൻ വിഷ്ണു മുഹമ്മദ് എന്ന് പറഞ്ഞു. ഇയാളങ്ങ് പകച്ചുപോയി ഇത് കേട്ടിട്ട്, ഈ വിഷ്ണു മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ കൂടെ ഒരു പയ്യൻ നിൽപ്പുണ്ട്, ഈ വിഷ്ണു മുഹമ്മദിന്റെ കൂടെ വേറൊരു പയ്യൻ നിൽക്കുന്നത്. അപ്പൊ ആ പയ്യനോട് ചോദിക്കും നിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ റാം റഹീം എന്ന് പറഞ്ഞു. അപ്പോ ഈ ചെറുപ്പക്കാരെ എക്സ്ട്രോവേർട്ട് ആയിട്ട് അപ്പൊ പറയുന്ന മറുപടിയാണിത്. ഈ മറുപടി ഈ കാറിലിരിക്കുന്നയാളുടെ അധികാരത്തിൽ നിന്ന് അയാൾ വരുന്ന രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഭയം എന്ന് പറയുന്നത് അവരുടെ നിഘണ്ടുവിലേ ഇല്ല. ഭയപ്പെടുത്താനുള്ള ചോദ്യമാണ് ഇയാൾ ചോദിച്ചത്. എന്തിനാണ് നീ ഈ കൂട്ടത്തിൽ ഇവരുടെ കൂടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു മറുപടിയിലെ ധൈര്യവും അത് വേറൊന്നുകൂടി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആന്റി CAA സമരത്തിലും കർഷക സമരത്തിലും ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഈ വിവിധ സാമ്പത്തിക ശ്രേണികളിൽ നിന്നുള്ള ആളുകളുടെ സാന്നിധ്യം ഈ സമരരംഗത്തുണ്ടായിരുന്നു. ആദ്യം തന്നെ അമൃത് പറഞ്ഞതുപോലെ തന്നെ പല കുട്ടികളും പറയുന്നുണ്ട്, ഞങ്ങൾ വരുന്നത് അന്ധ BJP ഭക്തരുടെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. അന്ധഭക്തരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറയുന്നു. ഇത് ഈ ഒരു വ്യത്യാസം അമൃത അത് സൂചിപ്പിച്ചു. ഈ നമ്മൾക്ക് ചെറുപ്പക്കാരെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഈ ജെൻസിയെ, ഈ വിവിധ സാമ്പത്തിക ശ്രേണികളിൽ നിന്നുള്ളവർ ഒരുമിച്ച് വന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ? അതെ, അത് കഴിഞ്ഞ ഒരു 12 കൊല്ലത്തെ ഒരു 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 ഭരണ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ചെറുപ്പക്കാരാണ് ഇവരെ. അവരുടെ മുമ്പിൽ അതിൽ ഒരു വലിയ ഈ നമ്മൾ കണ്ട ഈ തെരുവിൽ കണ്ട ജനക്കൂട്ടത്തിൽ ഒരു വലിയ ശതമാനം പേര് വേറൊരു പ്രധാനമന്ത്രിയെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല അവരുടെ ഗ്രൂൺ അപ്പ് ഇയേഴ്സിൽ. അതെങ്ങനെ ഒരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞു. അപ്പം അവരോട് പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ ചീത്ത പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല. മാത്രമല്ല പലരും ഈ നിരന്തരമായിട്ടുള്ള നെഹ്റു ഭർസനം കാരണം തിരിച്ചുപോയി നെഹ്റുവിനെ വായിക്കുകയും ഈ പാർട്ടി വലിയ സംഭവമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ ജനറേഷനാണ് സത്യത്തിൽ, എന്റെയൊക്കെ ജനറേഷൻ, നിങ്ങളുടെ പോലും അല്ല. ഒരു കാര്യം ഞാൻ ജന്തർ മന്ദിറിൽ ശ്രദ്ധിച്ചത്, ഒരു അംബേദ്കറും ഭഗത് സിംഗും മഹാത്മാഗാന്ധിയും ഉണ്ടെങ്കിലും നെഹ്റുവിന്റെ അസാന്നിധ്യം ഞാൻ ശ്രദ്ധിച്ചു. നെഹ്റു ഉണ്ടായിരുന്നു. പിന്നെ നെഹ്റുവിൻ്റെ ചിത്രങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നത് മാത്രമല്ല, ഈ അഭിജിത് ദീപ്കെ പലയിടത്തും എടുത്തു പറഞ്ഞ 3 പേരുകൾ, 3 അല്ല 5 പേരുകൾ അദ്ദേഹം പറയുമായിരുന്നു സ്വാധീനം എന്നുള്ള പേരിൽ. അംബേദ്കർ, ഗാന്ധി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഇങ്ങനത്തെ പേരുകൾ ഞാൻ കേട്ടിരുന്നു. നെഹ്റു എപ്പോഴും ഒരു സ്റ്റേറ്റിന്റെ പ്രതീകം കൂടിയാണല്ലോ. ഈ കഴിഞ്ഞ 12 കൊല്ല കാലത്താണല്ലോ ഒരു ആന്റി സ്റ്റേറ്റ് പ്രതീകമായിട്ട്. പക്ഷെ നെഹ്റുവിന്റെ സാന്നിധ്യം അംബേദ്കറിന്റെയോ ഗാന്ധിയുടെയോ പോലും ഇല്ലെങ്കിലും അതൊരു നെഹ്റു സംഗമമായിരുന്നു. അത് ഒരു നെഹ്റുവിയൻ സാന്നിധ്യം, നെഹ്റുവിന്റെ അന്തരീക്ഷമായിരുന്നു അത് BJP തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു നെഹ്റുവിയൻ അന്തരീക്ഷം ഉണ്ടല്ലോ. അത് ചെറുപ്പക്കാരെ പലരെയും ആരാണ് ഈ നെഹ്റു എന്ന് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ജയപ്രകാശ് നാരായണയുടെ സാന്നിധ്യം അല്ല, അങ്ങനത്തെ ഒരു ഫിഗർ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഒരു പക്ഷെ നല്ലത്. കാരണം ഈ ഒരു ഫിഗർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചെറുപ്പക്കാർക്ക് ഇത്രയും ഡയറിങ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചതും. ഈ മുതിർന്ന ആളുകൾ ഒരുപക്ഷെ പറയാത്ത ഭാഷയിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചോദിക്കാതെ പോയ ഒരുപാട് കൺസെൻസസുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പ്രധാനമന്ത്രിയെ കുറിച്ച് ആരും വിമർശിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കൺസെൻസസുകൾ ഇല്ലാതാക്കുന്ന രീതിയിലാണ് അവരുടെ മൊബിലൈസേഷൻ ഉണ്ടായതും അവരുടെ പ്രചരണങ്ങൾ ഉണ്ടായതും. വളരെ അപ്രണ്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ് ആയിരുന്നല്ലോ അതൊരു പക്ഷേ. അതായത്
അതായത് ഈ ഞങ്ങളുടെ ഭാവിയെ ഞങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന രീതിയിലായിരുന്നല്ലോ ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നുന്നത് ഇത് ഇത്രമാത്രം ഒരു സ്കെയിലിലേക്ക് വളരുമെന്നും ഇത്രമാത്രം പരിഭവവും ദേഷ്യവും ഈ ഭരണകൂടത്തിനോടും ഈ പ്രധാനമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഈ സംവിധാനത്തോടും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കുണ്ട് എന്ന് തിരിച്ചറിയാതെ പോയ ഒരു ഭരണാധികാരികളാണ് ഇന്ത്യയിലെ എന്നാണ് എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പോൾ. അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിലേക്ക് ഇത് വളരുന്നതിന് മുമ്പ് തന്നെ ഇവർ മറ്റെന്തെങ്കിലും തരത്തിൽ ഇതിനെ സമീപിക്കില്ലായിരുന്നു. അല്ല, ഈ സർക്കാരിൻ്റെ ഒരു രീതി, നെഗോസിയേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു നിഘണ്ടുവിലില്ലാത്ത ഇല്ലാത്തതാണ്. വാക്കാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ കോalitionൻ്റെ നമ്മൾ UPA കാലത്തൊക്കെ കണ്ടിരുന്ന പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള NDAയുടെ കാലത്ത് പോലും കണ്ടിരുന്ന ഒരു നെഗോസിയേഷൻ്റെ രാഷ്ട്രീയം ഇവർക്ക് ആവശ്യമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ UPAയിൽ നിന്നും പഠിച്ചെടുത്തത് ഒരു കാര്യം, ആളുകൾ അക്കൗണ്ടബിൾ ആകാൻ ശ്രമിച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കത് ദോഷമായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഭരണാധികാരികൾ അക്കൗണ്ടബിൾ ആകേണ്ടതില്ല. UPAയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാർ ഒരുപക്ഷെ രാജിവെച്ചത്. അതായത് എന്ത് തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വരുമ്പോഴും അവരെ കൊണ്ട് രാജിവെപ്പിക്കുമായിരുന്നു. അത് കോടതി വിധി വരാനൊന്നും ആരും കാത്തു നിന്നിരുന്നില്ല. അതെ, എത്രയോ ആളുകൾ രാജിവെച്ചിരുന്നു. അതുപോലെ തന്നെ പൊതുസമരം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിരുന്നു. അതിപ്പോൾ പല കാരണങ്ങൾ, ഇപ്പോൾ നമ്മൾ ബിനായക് സെൻ്റെ സമരമൊക്കെ ഓർമ്മയുണ്ട്. വലിയ വലിയ ബഹുജന പങ്കാളിത്തം ഉണ്ടായ ഒരു സമരമാണ് UPAയുടെ കാലത്ത്. പക്ഷെ അതിനെയൊക്കെ നേരിട്ട രീതിയിൽ നിന്ന് ഇവർ പഠിച്ചത്, ഒരു രീതിയിലുള്ള ഒരു ഇഞ്ച് പോലും സൂചി കുത്തുവതിന് ഇടം കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇവർ പൊളിറ്റിക്സിനെ കണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ നേരിട്ട ചെറിയ തോതിലുള്ള ഒരു പരാജയം പോലും അവർ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചത് അതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ എതിർ സ്വരങ്ങളെ നേരിട്ടുകൊണ്ടാണെന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യം. അപ്പം അതായിരിക്കണം ഒരുപക്ഷെ ഈ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ളൊരു അക്കൗണ്ടബിലിറ്റിയുടെ ഇഷ്യൂ ഉയർത്തിയപ്പോൾ നിങ്ങൾ ആരാണ് സർക്കാരിനോട് അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ എന്നുള്ള രീതിയിലുള്ള പ്രതികരണം അവരുടെ പക്ഷത്തു നിന്നുണ്ടായത്. അത് ചെറുപ്പക്കാരെന്നല്ല, പൊതുവിൽ എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു രീതി, ഭരണരീതി എന്നത് ഈ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി എന്നത് ചോദിക്കാൻ പൊതുസമൂഹത്തിന്, സിവിൽ സൊസൈറ്റിക്ക് അവകാശമൊന്നുമില്ല. അത് എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെ മാത്രം കൺസേൺ ആണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോടതി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചോദിക്കാൻ അവകാശമുള്ളൂ. ഈ മാറിയ ഒരു 90-കൾക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റമാണത്. 90-കൾക്ക് ശേഷം, അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു സിവിൽ സൊസൈറ്റിയുടെ പ്രസൻസ് ഉണ്ടല്ലോ. നമ്മൾ ശീലിച്ചു പോന്നിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയത്തിലില്ലാത്ത ആളുകൾ പോലും വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അതുമായിട്ട് സംവദിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ സമരം ചെയ്യുമ്പോൾ ആ സമരവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. പക്ഷേ നിങ്ങളുടെ സമീപനം, ഞങ്ങൾ നിങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല എന്ന രീതിയിലായിരിക്കരുതെന്നുള്ള ഒരു രാഷ്ട്രീയ ആലോചന പോസ്റ്റ് എമർജൻസി പൊളിറ്റിക്സിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ വന്നിട്ടുള്ള വലിയ തിരിച്ചടി കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 കാലത്ത് നമുക്ക് കാണാവുന്നതാണ്. അത് നിയമങ്ങളുടെ രൂപത്തിലായാലും ശരി, ഈ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുള്ള സമീപനത്തിലായാലും ശരി, പൊതുജന പ്രക്ഷോഭങ്ങളോടുള്ള സമീപനത്തിലായാലും ശരി, എന്തിന് പാർലമെൻറ്റിൽ ഉള്ള ഡിബേറ്റുകളോട് പാർലമെൻറ്റിൽ ഇരിക്കുന്ന, പാർലമെൻറ്റിൻ്റെ നേതൃത്വം നൽകുന്ന ആളുകൾ എടുക്കുന്ന സമീപനങ്ങളിലായാലും ശരി, അവിശ്വസനീയമാണ്. അതായത് പുതിയ രീതിയിൽ, അതായത് പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിൽ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അഡ്ജൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് റെക്കോർഡിൽ വരാത്ത രീതിയിലാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ ആദ്യത്തെ വാചകത്തിലാണല്ലോ ഇടപെട്ട് പറയുന്നത് ഹൗസ് അഡ്ജൻ. അതാണ്. അപ്പൊ രേഖകളിൽ പോലും ഇല്ലാതെ പ്രതിപക്ഷ നേതാവിനെ രാജ്യസഭയിൽ ഇല്ലാതാക്കുന്ന രീതികളൊക്കെ. അപ്പൊ ഇനി എന്റെ ഈ ചോദ്യത്തിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത്, ഈ ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ രാജാവ് നഗ്നനാണ് എന്ന് നരേന്ദ്രമോദി, ഞാൻ രാജാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ നരേന്ദ്രമോദി നഗ്നനായി ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ ഈ നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ അതിന് ഇപ്പൊ ഇന്ന് ഈ വിദേശ ഫണ്ടിങ് ഉണ്ട് എന്നുള്ളതിന് ഒരു 20 സെക്കൻഡുള്ള ഒരു സാധനം ഞാൻ ഇന്നലെ കണ്ടതാണ്. ഈ ജന്തർ മന്ദറിൽ വെച്ച് 2 ചെറുപ്പക്കാരെ അവിടുത്തെ ചായയും കച്ചോറിയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. എന്നിട്ട് ചൈനീസ് ഷീ ജിൻപിങ്ങിനെ ഫോൺ ചെയ്യണം. ഷീ ജിൻപിങ് ആണോ ഇത്? അതെ, ഷീ ജിൻപിങ് ആണ്. ഞങ്ങളുടെ അജിറ്റേഷൻ ഫണ്ട് ചെയ്യുന്നത് നിങ്ങളാണല്ലോ, അപ്പൊ ഞാൻ ഈ ചായയുടെയും കച്ചോറിയുടെയും കൂടെ പൈസ കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് അയക്കുമോ, ഞാൻ QR കോഡ് അങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ.
ഇങ്ങനെയാണ് അപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഏഹ്, വലിയ ചർച്ചകളിലൂടെ ഫോറിൻ ഫണ്ടിങ് ആണെന്നൊക്കെ അവതരിപ്പിക്കുന്ന ഈ അധികാരത്തിന്റെ ആളുകളോട് എത്ര പെട്ടെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളുടെ പാപ്പരത്വം ഇതിലൂടെ വെളിവാവുകയും അവർക്ക് ജന്തർ മന്ദറിൽ കയറാൻ വയ്യാത്തതുപോലെയുള്ള പ്രതിഷേധം ഇവരെ കാണുമ്പോൾ ഗോദി മീഡിയ എന്ന് പറഞ്ഞ ആളുകളെ പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നത് എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരിക്കണം മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളെ, പ്രത്യേകിച്ച് TV ചാനലുകളെ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രമാത്രം അകന്നു പോയിരിക്കുന്നു ഈ നാട്ടിലെ ജെൻസിയിൽ നിന്നും ഈ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പുതിയ മാധ്യമ ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ആ, ആ, അതത്ര എളുപ്പത്തിൽ സംസാരിക്കാവുന്നൊരു കാര്യമില്ല. പിന്നെ ഇതിൽ കാര്യം അടിസ്ഥാനപരമായിട്ടുള്ളത് കുട്ടിക്കാലത്ത് നമ്മൾ പറയുമല്ലോ, പിള്ളേരോട് കള്ളം പറയരുതെന്ന് പറയുമല്ലോ, അത് തന്നെ. കുട്ടികളോട് നുണ പറയരുതെന്ന് പറയുമല്ലോ. കാരണം അവർക്ക് ഒരു നുണ കേട്ട് കഴിഞ്ഞാൽ ഇത് നുണയാണെന്ന് പറയാൻ മുതിർന്നവരെക്കാൾ എളുപ്പത്തിൽ അവർക്ക് സാധിക്കും. അതിൻ്റെ ഒരു നമ്മളൊരു ഇപ്പം നമ്മളത് കേൾക്കുമ്പോൾ പോലും അതിൻ്റെ ഒരു എന്താണ്, അതിനെ നോർമലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമല്ലോ, കുറച്ച് മുതിർന്ന ആളുകൾ. അതെ അതെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അതെ പറയുന്നത് കള്ളമാണ്, അവർ മുഖത്ത് നോക്കി പറയും നിങ്ങൾ പറയുന്നത് കള്ളമാണ്, ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന്. അപ്പം അത് ഈ പറയുന്ന ഊഹാപോഹങ്ങളിൽ കൂടിയും ഒട്ടുമേ ട്രാൻസ്പാരൻസി അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴികളും കൂടി മാത്രം രാഷ്ട്രീയ ആലോചനകൾ പ്രചരിപ്പിച്ചും രാഷ്ട്രീയം കെട്ടിപ്പടുത്തും പ്രചരണങ്ങൾ നടത്തിയൊക്കെ ശീലിച്ചിട്ടുള്ള ആളുകൾ തീരെ പരിചയമില്ലാത്തൊരു ലോകമാണിത്. രണ്ടാമത്തെ കാര്യം, ഇടനിലക്കാരില്ലാണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ജനമധ്യത്തിൽ എത്തിക്കാവുന്ന മാധ്യമങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ പഴയ തരത്തിലുള്ള ഗേറ്റ് കീപ്പിംഗ്, അത് പ്രത്യേകിച്ച് സത്യസന്ധമല്ലെങ്കിൽ ആ ഗേറ്റ് കീപ്പിങ്ങിനെ എന്തിനവർ അംഗീകരിക്കണം? ഗോദി മീഡിയ എന്ന് പറഞ്ഞ പേരിൽ ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന ഒരുപാട് പ്രൈവറ്റ് ചാനലുകളെ അതിൻ്റെ ഫണ്ടിങ്, അതിന് കിട്ടുന്ന സർക്കാരിൽ നിന്നും കിട്ടുന്ന പരസ്യം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. അവർ തൊഴിലാളികളാണെന്നുള്ള കാര്യം പരിഗണിക്കാറില്ല. തങ്ങൾ തൊഴിലാളികളാണെന്ന് ഇവരും സ്വയം പരിഗണിക്കാറില്ല. അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിക്കകത്ത് ഈ പഴയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതികൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നും ഉണ്ടാകണമെന്നില്ല. കാരണം നിങ്ങൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടല്ല നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ രീതികൾ എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കപ്പെടും. അത് പണ്ടത് അങ്ങനെ തിരസ്കരിക്കപ്പെടുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇന്ന് നിങ്ങൾക്കത് അറിയാം. ഇന്ന് അതിൻ്റെ അപ്പോൾ നമുക്ക് തത്സമയ സംപ്രേഷണം മാതിരിയിട്ട് നിങ്ങൾക്ക് വിവരം ലഭിച്ചുകൊണ്ടിരിക്കും നിങ്ങളിൽ ഇവർക്ക് വിശ്വാസമില്ല എന്നുള്ളത്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, കോടതികളെ, വിവിധ അന്വേഷണ ഏജൻസികളെ, മുഖ്യധാര മാധ്യമങ്ങളെ, പോലീസിനെ, മറ്റ് ജനാധിപത്യ സ്ഥാപനങ്ങളെ എല്ലാം സംശയത്തോടെ മാത്രം കാണുവാൻ വിശ്വസനീയങ്ങളായ കാരണങ്ങളുള്ള ഈ കാലത്ത്, ഈ രാജ്യത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ജനരോഷം എങ്ങനെ പ്രതികരിക്കും എന്ന് ഉള്ളുറപ്പോടെ ചോദിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ കാലത്തിന്റെ ദുരന്തം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജെൻസി കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഇതിനെ സമീപിക്കുമ്പം നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊമെൻറ്റിൻ്റെ യൂഫോറിയ, ഇപ്പോൾ സാധിച്ചെടുത്തിട്ടുള്ള ഒരു റെസിഗ്നേഷനിൽ കൂടി, ചെറുപ്പക്കാർ സാധിച്ചെടുത്ത ഒരു റെസിഗ്നേഷനിൽ കൂടി മുഖ്യധാര രാഷ്ട്രീയത്തിനോട് അവർ സംസാരിച്ച് നേടിയ മുൻകൈയെ ഒക്കെ വച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരുടെ മുന്നേറ്റങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തുനിന്നല്ല, ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് വേണമെങ്കിൽ വേണ്ടുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഒരു ഹോപ്പിൻ്റെ രാഷ്ട്രീയം, ആ ഹോപ്പിൻ്റെ രാഷ്ട്രീയത്തിന് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ? അതിന് വേണ്ടുന്ന തരത്തിലുള്ള പിന്തുണ കാരണം അതിനെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഏജൻസി നിങ്ങൾക്ക് വേണ്ടി വരും, രാഷ്ട്രീയ പാർട്ടികളുടെ. അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? അത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ ഇവർക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നമ്മൾ ഈ ഇത്തരത്തിലുള്ള കോക്രോച്ച് പാർട്ടി പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത, BJP എന്ന ഭരണപക്ഷ പാർട്ടി മാത്രമല്ല, ഒരു പ്രതിപക്ഷത്തെ പോലും അവർ അവിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സംഗതി അതിനകത്ത്. അത് ഒരു വാചകം ഞാൻ പറയാം. ഈ ഇന്ത്യയിലെ ഇന്നുള്ള
ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ പേരോ അവർക്ക് സിന്ദാബാദ് വിളിക്കുകയോ ഞങ്ങൾ ഈ രാഷ്ട്രീയം ഉള്ളവരാണെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു മുദ്രാവാക്യമോ ഒരു മെസ്സേജോ ഈ ഇവരുടെ യാതൊരു മെസ്സേജുകളിലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ മുഖ്യധാര ഇടതുപക്ഷ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഐസയും SFIയും ASFും ഒക്കെ ആദ്യ സമയം മുതൽ തന്നെ ആ സമരരംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഈ സമരം ശക്തമായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കന്മാർ അവിടെ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ, അമൃത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അവരുടെ റഡാറിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളില്ല. അവസാന പീരീഡിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കൊക്കെ കുറച്ചൊരു എന്താണ് പറയുന്നത്, ഒരു സ്വീകാര്യത കിട്ടിയിരുന്നെങ്കിൽ പോലും പൊതുവിൽ ഈ സമരത്തിൻ്റെ ഒരു പാഠം അത് പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഭരണപക്ഷത്തെ മാത്രമല്ല, ഒരു വലിയ അളവിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ കൂടിയാണ്. ആ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കഴിവുകേടെന്നോ അല്ലെങ്കിൽ ഈ ഭരണപക്ഷം ഉയർത്തിയിരിക്കുന്ന നറേറ്റീവുകളെ ഭേദിച്ച് പുതിയൊരു രാഷ്ട്രീയം സംഘടനാപരമായിട്ടും ആശയപരമായിട്ടും കാഴ്ചവെക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം കൊണ്ടോ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ സ്പേസിലേക്ക്, ഒരു വലിയ ശൂന്യതയിലേക്കാണ് ഈ ചെറുപ്പക്കാർ കടന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശൂന്യതയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇവർക്ക് ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ? ഇന്ത്യ പോലെ ഇപ്പോൾ ഞാനിതിനെ കാണുന്നത് വേറൊരു തരത്തിലാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെ പുറത്തുള്ള സംഘടനകളും കൂട്ടായ്മകളും ജനസഞ്ചയത്തിൻ്റെ ഒക്കെ തന്നെ സമരങ്ങൾ ഉയർത്തുന്ന ഒരു സെൻറ്റിമെൻ്റ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ സെൻറ്റിമെൻ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ സെൻറ്റിമെൻറ്റ് പലപ്പോഴും അത് ഈ പാർട്ടിയുടെ കാര്യത്തിനകത്ത് എടുക്കുകയാണെങ്കിൽ ഒരു ത്രഷോൾഡ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ ത്രഷോൾഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ, ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി മേഖലയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി വിമർശനത്തിന് അതീതനായി നിലനിന്നിരുന്നു. ആ ഒരു ബബിളെന്നോ ബലൂണെന്നോ ഒക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രതീതി, ആ നരേന്ദ്രമോദി എന്ന ആശയം, നരേന്ദ്രമോദി എന്ന പ്രതീതിയെ കുത്തിപ്പൊട്ടിക്കുകയാണ് ഈ സമരം കൈവരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് തെക്കേ ഇന്ത്യയിലൊന്നും ഈ പറയുന്ന പ്രതീതിക്കൊന്നും അത്ര വലിയ സ്വാധീനമില്ല. പക്ഷെ വടക്കേ ഇന്ത്യയിൽ, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ വലിയ സ്വാധീനമുള്ളൊരു സംഗതിയാണത്. BJP എന്നതിനേക്കാൾ കൂടുതൽ മോദിക്കാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് നമ്മൾ കണ്ടത്. ഇത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ രാഷ്ട്രീയ പരിണാമം എന്തായിരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി 3 കൊല്ലമുണ്ട് തെരഞ്ഞെടുപ്പിന്. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ശ്രീലങ്കയിലോ ബംഗ്ലാദേശിലോ ഒക്കെ കണ്ടിട്ടുള്ള ജൻസി സമരങ്ങളുടെ ഒരു പ്രത്യേകത, നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, തമ്മിൽ ഭേദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിക്ക് അനുകൂലമായി ആളുകൾ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു കാഴ്ച നമുക്ക് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമെങ്കിലും നമ്മൾ കണ്ടു. അല്ലെങ്കിൽ അതിനു മുമ്പ് മ്യാൻമാറിൽ 80കളിലും 90കളിലും മ്യാൻമാറിൽ ചെറുപ്പക്കാരുടെ വലിയ സമരമാണ് ഓങ് സാൻ സൂചിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് പട്ടാള ഭരണത്തിനെതിരെ. അത്തരത്തിലുള്ള ഒരു അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ് ഉള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ അറബ് സ്പ്രിംഗ് ഒക്കെ വിജയിക്കാതെ പോയതിൻ്റെ ഒരു കാരണം അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. എല്ലാം ആദ്യം മുതലുണ്ടായി വരണമായിരുന്നു. അതില്ലാത്ത സ്ഥലങ്ങളിൽ അത് പൊളിഞ്ഞു വീഴുന്നു. പക്ഷേ നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിൽ അത്തരത്തിലുള്ള സമരം ഉണ്ടായ കാലത്തൊക്കെ നിലനിന്ന് പോന്നിരുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അതുപോലൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിക്കൂടാന്നില്ല. ആ സാഹചര്യം, അതായത് ഈ ജൻസി പ്രക്ഷോഭം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഏകോപനത്തിനെ സഹായിക്കുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമായിരിക്കണം ഈ ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചതെന്നും എനിക്ക് തോന്നുന്നു. അല്ല, ഈ സമരം ഏതാണ്ട് പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായിരുന്നു. പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിക്കുന്നുള്ളതല്ല. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിത്വത്തിനെ ഡിമിനിഷ് ചെയ്യുന്ന രീതിയിൽ വളരെ ശക്തമായി ഇത് ചെറുപ്പക്കാരെ മുന്നോട്ട് വന്നിരുന്നു. അത് BJP അത് ഭരിക്കുന്ന പാർട്ടിയെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കാനിടയുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത് മോദിയാണ്. അപ്പം ആ മോദിയുടെ ഇമേജിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്, അതിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ആ പാർട്ടിക്കുണ്ടാകും. അത് കണ്ടിട്ടായിരിക്കണം ഇത് എത്രയും വേഗം അവസാനിപ്പിക്കുക. ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക്
ഇതിനേക്കാൾ വലിയ തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഫോളോ ഔട്ടുകൾ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും തൽക്കാലത്തേക്കെങ്കിലും എന്നവർ കരുതിയിട്ടുണ്ടാവണം. അതെ വരും ദിവസങ്ങളിൽ അത് വളരെ അതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ രാഷ്ട്രീയം എങ്ങനെയാണ് അത് അതെ നീങ്ങുക എന്നുള്ളത്. ഒരു ഒരു കാരണം ഒരു ആ, നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിലെ ഒരു പ്രത്യേക ഭാഗമാണ് ഈ പരീക്ഷാ നടത്തിപ്പ് എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ക്രൈസിസ് എന്ന് പറയുന്ന പരീക്ഷാ നടത്തിപ്പ് മാത്രമല്ല, സമൂലമായിട്ടുള്ളൊരു പരിവർത്തനം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ രംഗം. അത് പല അതെ തരത്തിലുള്ള കമ്മീഷൻ, ഇപ്പോൾ രാധാകൃഷ്ണൻ കമ്മീഷൻ, കൊത്താരി കമ്മീഷൻ, അങ്ങനെയുള്ള ഒരുപാട് യശ്പാൽ കമ്മീഷൻ, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് കമ്മീഷനുകൾ ഉണ്ടാകുകയും ഈ പറയുന്ന ആ, ഇതിനകത്തെ ക്രൈസിസ് പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈവറ്റൈസേഷൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്. രണ്ടാമത്, സർക്കാർ കോളേജിൽ പോലും വലിയ ഫീസാണ്. നമ്മൾ പ്രൊഫഷണൽ കോളേജ് എടുക്കണം, IIT-കളോ അല്ലെങ്കിൽ നാഷണൽ ലോ സ്കൂളുകളോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളോ ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ ഫീസ് കൊടുത്തിട്ടാണ് കുട്ടികൾ പഠിക്കേണ്ടി വരുന്നത്. അതിനോടുള്ള ഒരു വലിയ അതൃപ്തി ജനമധ്യത്തിലുണ്ട്. കാരണം സാധാരണക്കാരുടെ ഒരേ ഒരു ആശ്രയം പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിനെ നിങ്ങൾക്ക് വിദേശ യൂണിവേഴ്സിറ്റികളെ വിളിച്ചു വരുത്തി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല അത്. രണ്ടാമത്തത്, നിങ്ങൾ ഇത്രയും പണം ചിലവഴിച്ച് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പരീക്ഷകൾ എഴുതി നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള തൊഴിലുകളില്ല. ഇത് വളരെ തൊഴിലുകളില്ലെന്നുള്ളത് സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, AI പോലെയുള്ള സംഗതികൾ മൂലം തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നു. അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അസ്ഥിരമായിട്ടുള്ള ഒരു 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 ലോകം കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. 40 മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം. എങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം നാം സംസാരിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും ക്വാളിറ്റി ടൈം ദില്ലി ദാലിക്ക് വേണ്ടി നൽകിയതിന് ഞാൻ ഈ ദില്ലി ദാലിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഐ എം താങ്കിങ് യു. താങ്ക് യു വെരി താങ്ക് യു മച്ച്. ഗോപാൽ. താങ്ക് യു ഗോപാൽ.